വാഴമുട്ടനെ കുറിച്ച് നാട്ടുകാരന് പറയാനുള്ളത് കേൾക്കുക. വാഴമുട്ടം ബിനുവിനെ കുറിച്ച് ഓമല്ലൂർ സ്വദേശിയായ തോമസിന് പറയാനുള്ളത് കേൾക്കുക. എന്റെ പേര് തോമസ്. ഞാൻ ഓമല്ലൂർ സ്ഥിരം താമസക്കാരൻ. ഞാൻ ഈ വാഴമുട്ടം ബിനുവിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇവിടെ വലിയ ഒരു വർഗീയ കലാപം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇവിടെ നേരത്തെ ഒരു കുരിശുമായിട്ട് ബന്ധപ്പെട്ട് 50 വർഷക്കാലം സാർ ഇവിടെ വന്ന് ഈ ഫീൽഡിൽ വന്ന് അന്വേഷിക്കണം ഇവിടെ നടന്ന സംഭവങ്ങൾ. 50 വർഷക്കാലം ഒരു കുരിശുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം 2019 അവസാനിച്ചത്. അത് അവസാനിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇവനൊരു ആരാധനാലയം സ്ഥാപിക്കാൻ വേണ്ടി ഒരു പരിപാടി ആരംഭിച്ച് അതുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അവൻ മഹാ അഹങ്കാരിയും ദൈവവിരുദ്ധനുമാണ്. ഇവൻ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ കള്ളം. ക്രിസ്ത്യാനികളാണ് ഇവിടെ ഈ പറയുന്ന ഈ പ്രശ്ന മേഖലയിലുള്ളത്. 80% ക്രിസ്ത്യാനികളാണ്. അവനുടനെ പറയുന്നത് ആന്റി പെന്തക്കോസ്റ്റലാണെന്നാണ് പറയുന്നത്. ആന്റി പെന്തക്കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റും 100 മീറ്റർ ചുറ്റുപാടിൽ തന്നെ 5 പെന്തക്കോസ്റ്റ് പള്ളികളും. അപ്പം ഇതിന്റെ പിന്നില് നല്ല ഒന്നാം തരം രാഷ്ട്രീയവും പണവും പെണ്ണും എല്ലാം ഉണ്ട്. ഇവർ വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചിട്ട് വലിയ അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് ചില ആളുകൾ നടത്തുന്നു. അതുപോലെ ഈ വിവാദ സ്ഥലം വന്ന് കണ്ടു കഴിയുകയും ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യാൻ അതിന്റെ വിവരം അറിയും. ഇവനോട് പൈശാചിക കേന്ദ്രത്തിന് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ടോ? അത് വർഷം 2022 അവസാനം മേടിച്ചിട്ടേക്കാണ്. പുത്തൻപീടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഓമല്ലൂർ അമ്പലത്തിന്റെ അടുത്ത് പുത്തൻപീടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഹിന്ദുക്കളുടെ ഒരു പുലിപ്പാറമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദേവി വനദുർഗാ ക്ഷേത്രമുണ്ട്, ഒരു കാവുണ്ട്, പിന്നെ ഒരു സിദ്ധൻ അവിടെ സമാധി ഇരിപ്പുണ്ട്. പിന്നെ റഷ്യക്കാർ വന്നിട്ട് ഇവിടെ വർഷാവർഷം വന്നിട്ട് അവരുടെ ഉത്സവം നടത്താറുമുണ്ട്. അവർ ക്ഷേത്രം പണി ഇവിടെ താമസിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു സെന്ററാണത്. അതിന്റെ അടിവാരത്താണ് ഇവൻ ഈ സ്ഥലം മേടിച്ചേക്കുന്നത്. രണ്ടാമത് എന്നിട്ട് ഇവൻ ഇതിന്റെ മേളില് ഈ വസ്തു തുടങ്ങുന്ന അതിന്റെ മേൽവശം പാറയാ, ഈ പുലിപ്പാറയാ. അതേല് ഏലോഹിയും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അവിടെ 4 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. ഈ 4 ഏക്കർ വ്യത്യാസപ്പെടുത്താനാണ് ഇവന്റെ പരിപാടി. ഈ മേഖലയിൽ മുഴുവൻ ക്രിസ്ത്യൻസ് ആണ്, പ്രായമുള്ള ക്രിസ്ത്യൻസാ, എല്ലാവരും അധ്യാപകർ, പെൻഷനായവരാ. അവരുടെ ഒന്നും മക്കൾ ഇവിടെ ഇല്ല. ഈ സ്ഥലങ്ങൾ മുഴുവൻ കയ്യിലെടുക്കുകയും മേളിൽ ശവക്കോട്ടയൊക്കെ പെന്തിക്കോസുകാർക്കുള്ള ശവക്കോട്ട മുഴുവൻ കാലക്രമേണ പണിയാനുള്ള പരിപാടിയാണ്. വലിയ ഏരിയ 4 ഏക്കർ സ്ഥലം അങ്ങോട്ട് കിടപ്പുണ്ട് സർക്കാരിന്റെ പാറയൊക്കെ ആയിട്ട്. അവിടെയാണ് ഈ ക്ഷേത്രവും കാവും കുന്തവും ഒക്കെ ഉള്ളത്. അതിനെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ RSS തന്നെ അത് പറയാം, സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റായത് അവര് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ടുണ്ട് ഇവിടെ കൊടുക്കരുതെന്ന്. കാരണം ഈ പ്രശ്നം വെച്ചിട്ട് അവിടുത്തെ ഇവിടെ കുരിശിന്റെ പ്രശ്നം ഓമല്ലൂർ അമ്പലത്തിന്റെ നേരെ എതിർവശത്ത് ഒരു കുരിശുണ്ട്. കുരിശ് സ്ഥാപിച്ചു ഓർത്തഡോക്സ് പള്ളി, സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിക്കാര് കുരിശ് സ്ഥാപിച്ചു. അത് അഹങ്കാരം കാണിച്ചതാ. ആ കുരിശിന്റെ മുറിവ് ഉണങ്ങി 49 വർഷം അത് മുറിവായിരുന്നു. 49 വർഷം കഴിഞ്ഞിട്ട് 2019 ആ കുരിശ് അവിടുത്തെ മാറ്റിയത്. കുരിശ് മാറ്റി പറഞ്ഞാൽ എല്ലാ വർഷവും ഓമല്ലൂർ ഉത്സവത്തിന്റെ അന്ന് അത് കരിയൂര് കഴിക്കും. കാരണം അവർ അമ്പലത്തിന് അമ്പലം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കും. ആ പ്രശ്നം 2019 പരിഹരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്നേരമാണ് ഇവൻ ഈ പരിപാടി കൊണ്ടിറങ്ങിയത്. അപ്പൊ അവൻ എന്നിട്ട് അഹങ്കാരവും ഇവനീ പറയുന്നത് ആന്റി ക്രിസ്ത്യനാണ്. യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരിന് നേരെ എതിർവശമാണ് പറയുന്നത്, ദൈവവിരുദ്ധതയാ പറയുന്നത്. അപ്പൊ ഇതിന്റെ മനുഷ്യർ തെറ്റിദ്ധരിച്ചിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതാക്കള് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തന്നെ, അത് പൈസ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെയും ഉണ്ട്. ഈ ഭർത്താക്കന്മാര് അതൊക്കെ ആയിരിക്കും ഇത്ര ഇൻഫ്ലുവൻസ് വരുന്നത്. ഇതെല്ലാം ഇവരെയൊക്കെ കുടുക്കിയിരിക്കുകയായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും അപകടകരമായൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്ത് സംഭവിക്കും ഇവന് അങ്ങനെ വലിയൊരു ഗൗരവമുള്ള സാഹചര്യം. അത് മുഴുവൻ ആ കഥ മുഴുവൻ കള്ളം. ഇപ്പൊ BJP തടഞ്ഞു എന്നാ പറയുന്നത്. അവരെ മനസ്സിൽ പോലും വിചാരിച്ചില്ല BJP തടയാനാണെന്നുണ്ടെങ്കിൽ ഒരു 10-2000 പേരെ അവിടെ കൊണ്ടുവരത്തില്ലേ. ഇവനത് വളരെ തന്ത്രപരമായിട്ട് എല്ലാവരെയും അവര് വളരെ ആസൂത്രിതമായിട്ട് ഒരു നാടകം ഉണ്ടാക്കി ഈ മുഴുവൻ ജനങ്ങളെ പറ്റിച്ച് രാഷ്ട്രീയക്കാര്, ഞാൻ മുമ്പേ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സപ്പോർട്ടോട് കൂടി ഇത് വിജയിച്ചുകൊണ്ട് പോവുക. ഇത് ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഒരു വലിയ പ്രശ്നമാണ്. സാർ ഇവിടെ വന്ന് ഗ്രൗണ്ടിൽ വന്ന് പുത്തൻപീടിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാൾ സ്ഥലം മേടിച്ചിരിക്കുന്ന സ്ഥലത്ത് വന്ന് വീടുകളിൽ മുഴുവൻ ക്രിസ്ത്യൻസ്, ഒരു 3-4 ഹിന്ദുക്കളെ ഉള്ളു ചുറ്റും താമസിക്കും. പക്ഷെ അവരുടെ ആരാധനാലയാണ് മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വ്യാജ രേഖകൾ ഉണ്ടാക്കി ഇവരൊരു ട്രൈബ്യൂണലിൽ നിന്ന് ഒരു പേപ്പറും കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലേ, ബാറിന് ലൈസൻസ് കൊടുക്കാൻ സ്കൂളിന്റെ അവിടെ 200 മീറ്റർ ഉണ്ടാക്കുന്ന പോലെ ഈ പാറയുടെ അടിവാരത്തായി ഭൂമി. ഇവന് അപ്പുറത്തുകൂടെ നടന്ന് 2 കിലോമീറ്റർ കൊണ്ട് തഹസിൽദാരിന് പേപ്പർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കിലോമീറ്റർ ഉണ്ടെന്ന്. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അപകടകരമാണിത്, വലിയ പ്രശ്നമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.